ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. സദഖല്ലാഹു മൗലാനൽ കരീം. ആദരണീയരായ അധ്യക്ഷൻ കോതൂർ മുഹമ്മദ് മാസ്റ്റർ, ഇവിടെ ഖിറാഅത്ത് നടത്തിയ ഹാഫിദ് സൽമാൻ ഫാരിസി, സ്വാദഭാഷണം നടത്തിയ ഇല്യാസ് ഉദവി കരീറ്റിപ്പറമ്പ്, ഇന്നിവിടെ മുഖ്യ ഭാഷണം നടത്തുന്ന പ്രിയങ്കരായ ഉസ്താദ് കെ.സി. മുഹമ്മദ് ബാഖവി, ടി കെ അഹമ്മദ് കുട്ടിയാജി, CP അബ്ദുൽ ഖാദർ തങ്ങൾ, ആശംസകൾ അർപ്പിക്കുന്ന TP മുഹമ്മദ് കുട്ടി എഞ്ചിനീയർ, KK നാസർ, ഷംസുദ്ദീൻ ഡലോ, റാഫി ഉദവി, ബഷീർ ഉദവി, ബദറുദ്ദീൻ ആജി അടക്കമുള്ള KMയുടെ ഭാരവാഹികൾ, അഭ്യുതകാംക്ഷികൾ, രക്ഷിതാക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, സർവാധിപനായ റബ്ബ് താര നമ്മുടെ ഈ കൂടുതൽ സ്വാലിഹമലായി കബൂൽ ചെയ്യട്ടെ. ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സംസ്ഥാപനമായ KMO ഇസ്ലാമിക് അക്കാദമിയുടെ 10ാം വാർഷിക സംഗമത്തിലാണ് നമ്മൾ. വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരുമിച്ച് കൂടി ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. നാം അതിന് ലക്ഷ്യമാക്കുന്നത് ദഅ്വാ പ്രവർത്തനമാണ്. ദീനിൻ്റെ ദഅവത്ത് നടത്താൻ കഴിവുറ്റ ബഹുഭാഷാ പണ്ഡിതന്മാരെ സമൂഹത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. പ്രാരംഭത്തിൽ തന്നെ കുട്ടികളുടെ അഡ്മിഷൻ സമയത്ത് നാമൊക്കെ സൂചിപ്പിക്കാറുള്ളതും അത് തന്നെയാണ്. വിദ്യാഭ്യാസം അവർക്ക് നൽകുന്നതിൻ്റെ ലക്ഷ്യം ദീൻ മറ്റുള്ളവർക്ക് പകർന്നു നൽകാനുള്ള കഴിവുറ്റ പണ്ഡിതരെ സമൂഹത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. അത് കേരളത്തിലും പുറത്തും ഇന്ത്യക്ക് പുറത്തും എവിടെയും പോയി ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ, മനസ്സിലാക്കി കൊടുക്കാൻ, ദീൻ പറഞ്ഞു കൊടുക്കാൻ, ദീനിലേക്ക് ജനങ്ങൾ ക്ഷണിക്കാൻ പറ്റുന്ന പണ്ഡിതരെ സമൂഹത്തിന് നൽകുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ചെറിയ പ്രായത്തിൽ 11 വയസ്സുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ നൽകി അവരെ 12 വർഷം വിദ്യാഭ്യാസം നൽകി. എന്നാൽ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു അതിർത്തിയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം 12 വർഷം അതിനുള്ള ഒരു കഴിവ്, ഒരു മലക്ക അവർക്ക് നൽകുന്നു എന്നുള്ളതാണ്. പിന്നീട് ഉള്ള അവരുടെ ജീവിതം മുഴുവനും വിദ്യ നേടുക എന്നുള്ളതാണ്. തുടർന്ന് വിദ്യാഭ്യാസം നേടുന്ന, അറിവ് നേടുന്ന വിദ്യാർത്ഥികളുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം അസ്തമിക്കുന്നില്ല, മറിച്ചത് മരണം വരെ മിനൽ മഹദി ഇലൽ ലഹദ്, മരണം വരെ വിദ്യാഭ്യാസം നേടുന്നവരാണ്, അറിവ് നേടേണ്ടവരാണ്. ആധുനിക ലോകത്ത് ടെക്നോളജിക്ക് അനുസരിച്ചുള്ള വിദ്യാഭ്യാസങ്ങൾ നേടേണ്ടതുണ്ട്. അതെങ്ങനെയൊക്കെ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കണമെന്നതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പണ്ഡിതൻ എന്ന് പറയുമ്പോൾ ഒരു കർമ്മശാസ്ത്രം മാത്രം പഠിക്കുക, അതല്ലെങ്കിൽ ഹദീസ്, ഖുർആൻ മനസ്സിലാക്കുക, പഠിക്കുക മാത്രമല്ല, അതിനോടനുബന്ധമായ ഒരുപാട് വിദ്യാഭ്യാസങ്ങൾ പഠിക്കാനുണ്ട്. ഒരു യഥാർത്ഥ ഒരു മുതഅല്ലിം, ഒരു പണ്ഡിതൻ, ഒരു ദർസിൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ അറിവും മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുണ്ട്. അതെല്ലാം ഗ്രന്ഥങ്ങളും നമ്മുടെ ഈ ദീനിൽ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് നാം ഭൗതിക വിദ്യാഭ്യാസം നേടുന്ന പല വിദ്യാഭ്യാസങ്ങളും, ഒരു എഞ്ചിനീയർ തച്ചുശാസ്ത്രപരമായി പഠിക്കുന്ന അതിനുള്ള അറിവ് കിതാബുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഗണിതശാസ്ത്രം പഠിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്, ഗോളശാസ്ത്രം പഠിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്, തർക്കശാസ്ത്രം പഠിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ഇതൊക്കെ പഴയ കാലങ്ങളിൽ പള്ളി ദർസിൽ വിപുലമായി പഠിച്ചിരുന്നു എന്നുള്ളതാണ്.
ഇന്നത്തെ ആധുനിക സൗകര്യങ്ങൾക്കനുസരിച്ചുള്ള അതിനൊരു ഏതെങ്കിലും ഒരു ക്രോഡീകരണത്തോടുകൂടി അതൊക്കെ നമ്മുടെ ഈ കോളേജുകളിൽ മറ്റു രീതിയിൽ നൽകുന്നു. അതോടൊപ്പം ദീൻ അവർക്ക് ദഅവത്ത് നടത്താൻ പര്യാപ്തമാവുന്നുള്ള വിദ്യാഭ്യാസം അവർക്ക് നൽകുന്നു. അതിലൂടെ ഓരോ ദഅവത്തിനനുസരിച്ച് അവർ അറിവ് നേടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇവിടുന്ന് ഇപ്പോൾ 10 വർഷം പൂർത്തീകരിച്ച് 2 വർഷം PGക്ക് വേണ്ടി പോകുമ്പോൾ PG കഴിഞ്ഞ് വീണ്ടും കുട്ടികൾ പഠിക്കാനുള്ള അവസരം നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമുക്കൊരുപാട് വിദ്യാസമ്പന്നരായ ഒരുപാട് യുവ പണ്ഡിതന്മാരെ സമൂഹത്തിന് സമർപ്പിക്കാൻ സാധിച്ചു എന്നുള്ള. പല യൂണിവേഴ്സിറ്റികളിലും പല സ്ഥാപനങ്ങളിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ഇതിന് നമ്മുടെ ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഈ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പല രാജ്യങ്ങളിലും പല സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. ഇന്ന് നമുക്കറിയാം മലേഷ്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപനം നടത്തുന്നത്, ഒരു പ്രൊഫസറായി അധ്യാപനം നടത്തുന്നത് ദാറുൽ സന്തതിയാണ്. അങ്ങനെ പല സ്ഥാപനങ്ങളിലും അറിവ് നൽകാൻ പര്യാപ്തമായ ആളുകളെ സമർപ്പിക്കുക എന്നുള്ളതാണ് നാം ലക്ഷ്യമാക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായി ഒരുപാട് നേടാൻ അവർക്ക് സാധിക്കും. പക്ഷേ അത് നമ്മുടെ ലക്ഷ്യമല്ല. വലിയ ഉത്തരവാദിത്വം, വലിയൊരു സ്ഥാനത്ത് അവർക്ക് എത്താൻ സാധിക്കും. പല നിലക്കുള്ള അഭിവൃദ്ധി അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ നമ്മളൊക്കെ സ്ഥാപനം കൊണ്ട് നാം ലക്ഷ്യമാക്കുന്നത് നല്ല ദാഴികളായ പണ്ഡിതന്മാരെ സമൂഹത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. അതൊരു 100 കുട്ടികളുണ്ടെങ്കിൽ ഒരു 50 ഉണ്ടെങ്കിലും അങ്ങനെ ആയി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലെ 100 കുട്ടികളും അതേ രീതിയിൽ പോകുക എന്നുള്ളതല്ല. എന്നാലും 10 വർഷം ഇവിടുത്തെ ഈ സ്ഥാപനത്തിൽ പഠിച്ച 32 വിദ്യാർത്ഥികൾ 34 വിദ്യാർത്ഥികൾക്കാണ് ഇവിടുത്തേതായിരിക്കുന്ന ഒരു സനത് നൽകുന്നത്. പല സ്ഥാപനങ്ങളിലും അവരുടെ പേരിൽ സനത് നടക്കാറുണ്ട്. ദാറുൽ ഇസ്ലാമിൽ ഒരു അറബി കോളേജ് അസ്ലൈ കൊടുക്കാറുണ്ട്. അങ്ങനെ പല സ്ഥാപനം കൊടുക്കുന്നുണ്ട്. ദാറുദയുടെ ഹുദവി കോഴ്സിൻ്റെ പുറമെ അവർ 10 വർഷം പഠിച്ചു എന്നുള്ളൊരു അംഗീകാരമായിക്കൊണ്ട് തന്നെ അവർക്ക് നൽകുന്ന ഒരു അംഗീകാരം തന്നെയാണ്. സ്ഥാപനത്തിൻ്റെ മേധാവികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷമാണ്. കാരണം അവൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അവർ ബിരുദധാരികളായി സമൂഹത്തിന് സമർപ്പിക്കുമ്പോൾ അവർ സമൂഹത്തിന് ചെയ്യുന്ന സേവനങ്ങൾ കണ്ട് സന്തോഷിക്കാൻ ഈ സ്ഥാപനത്തിൻ്റെ മേധാവികൾക്ക് അവസരം ഉണ്ടായിരിക്കണം. അതിന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പഠനം പൂർത്തീകരിച്ചതിന് ശേഷം സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിലുള്ള സമുദായത്തിന് വേണ്ട ഒത്താശകൾ ചെയ്തുകൊണ്ട് ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ, സുന്നത്തമയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സജ്ജരായ പ്രവർത്തകരായി മാറണം എന്നുള്ളതാണ്. അതിനുള്ള ദായികളായി മാറണം, പണ്ഡിതന്മാരായി മാറാൻ നിങ്ങളൊക്കെ തയ്യാറാവണം. എന്നെങ്കിലേ ഇതിനു വേണ്ടി സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്ഥാപനത്തിന് സഹകരിക്കുന്ന ഒരുപാട് ആളുകളുടെ സഹായങ്ങളെ കൊണ്ടാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനനുസരിച്ച് അവർക്ക് വ്യക്തിപരമായിക്കൊണ്ട് ദുആ ചെയ്യുന്നൊരു വേദികൾ ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടി അവർക്ക് സന്തോഷം കൺകുളിർക്കുന്ന രീതിയിലുള്ള ദീനീ പ്രവർത്തനവും ദീനീ രംഗത്തും നിങ്ങളുടെ സാന്നിധ്യവും ഉണ്ടായിരിക്കണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ നടത്തുകയാണ്. സർവശക്തനായ റബ്ബ് തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. നമുക്ക് ദീനിനു വേണ്ടി ദീർഘകാലം ഖിദ്മ ചെയ്യാനുള്ള തൗഫീഖ് ആഫിയത്ത് കരുത്തൊക്കെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിനുവേണ്ടി സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ദിനേന നിങ്ങളെ കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി സഹായിക്കുന്ന ഒരുപാട് മുഅ്മിനാത്തുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു അർഹിക്കുന്ന പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല ഭാവി നൽകുന്ന സ്ഥാപനങ്ങൾ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും നിങ്ങളൊപ്പം ഉണ്ടായിരിക്കണമെന്ന് കൂടി സന്ദർഭത്തിലെത്തി സർവശക്തനായ റബ്ബ് തആല നമ്മുടെ ഈ കൂടുതലും സ്വാലിഹാമലായി കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിൽ സംഗമത്തിന് ഔപചാരികമായി കാണുന്നവർ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.